കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വിഷയം വെച്ച് കഴിഞ്ഞാൽ ആരാധനാ ദേവത പെട്ടെന്ന് പ്രസാദിക്കുക. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടദേവതകളുണ്ട്, നമ്മൾ ആരാധിക്കാൻ നമുക്ക് ഏറ്റവും ഇപ്പോൾ സ്ത്രീകൾക്ക് കൂടുതലും ദേവീക്ഷേത്രങ്ങളിൽ പോകുന്ന ഇഷ്ടമാണ്. അതുപോലെ തന്നെ കൃഷ്ണസ്വാമി സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അതുപോലെ പുരുഷന്മാർക്കാണെങ്കിൽ ദേവീക്ഷേത്രങ്ങളിൽ പോകാൻ, അതുപോലെ ശിവക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് ശിവക്ഷേത്രത്തിൽ പോകാനും ദേവീക്ഷേത്രത്തിൽ പോകാൻ, ഗണപതി ക്ഷേത്രത്തിൽ പോകാൻ ഒക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഓരോരുത്തരുടെ ആരാധനാപാത്രം ഓരോരുത്തരായിരിക്കും. മുരുകനുണ്ട്, ശാസ്താവിനെ ഭജിക്കുന്നവരുണ്ട്, ദക്ഷിണാമൂർത്തിയെ ഭജിക്കുന്നവരുണ്ട്, ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നവരുണ്ട്, ദുർഗാദേവിയെ ഭജിക്കുന്നവരുണ്ട്, ഭദ്രകാളിയെ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് ദേവതാ സങ്കല്പങ്ങളുണ്ട്. ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രം, ഇഷ്ടദേവതകളൊക്കെയാണ് അവർ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ നമ്മുടെ ആരാധനാ ദേവത ആരായാലും നമുക്ക് അവരെ പ്രീതിപ്പെടുത്താൻ, അവരെ പ്രസാദിപ്പിക്കാനായിട്ട് ആ ആരാധനാ ദേവതകളുടെ ക്ഷേത്ര ദർശനമാണ് വളരെ പ്രധാനം. ആഴ്ച ഒരു ദിവസമെങ്കിലും പോയി ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ദ്രവ്യ സമർപ്പണം, അതായത് കർപ്പൂരം, ചന്ദനത്തിരി, എണ്ണ, നെയ്യ്, മാല, ഉടയാട, അതുപോലെ നിവേദ്യം വെക്കാൻ എന്തെങ്കിലും വസ്തുക്കൾ, ഉദാഹരണം ഉണക്കരിയാവാം, അല്ലെങ്കിൽ ശർക്കരയാവാം, കൽക്കണ്ടമാവാം, മുന്തിരിങ്ങയാവാം, കദളിപ്പഴമാവാം, അങ്ങനെ എന്തെങ്കിലും. അപ്പം അങ്ങനെ 7 കൂട്ടം ദ്രവ്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ സമർപ്പിക്കേണ്ടത്. അങ്ങനെ ആഴ്ച ഒരു ദിവസമെങ്കിലും പോയി സമർപ്പിച്ച് അങ്ങനെ ഒരു വർഷക്കാലമാണ് ആരാധനാ ദേവതയെ പ്രസാദിപ്പിക്കാൻ പറയുന്നത്. ഒരു വർഷം 12 മാസം, ഉപാസനയ്ക്ക് 12 വർഷവും അല്ല ആരാധനയ്ക്ക് 12 മാസവുമാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് 12 മാസം അല്ലെ 12 വർഷം നമ്മൾ അവരെ ആരാധിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഉപാസനയിൽ അല്ലെ നമ്മുടെ പ്രസാദ സ്ഥാനത്ത് അല്ലെ നമ്മുടെ സങ്കല്പ സ്ഥാനത്ത്, സങ്കല്പ ഭാവത്തിലൊക്കെ വരുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർ നടത്തരുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ആഴ്ച ഒരു ദിവസമെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ ഇഷ്ട ദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഈ പറഞ്ഞ 7 കൂട്ടം ദ്രവ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ ആരാധനാ ദേവതകളുടെ മന്ത്രങ്ങൾ നിർബന്ധമായിട്ടും വീട്ടിൽ അശുദ്ധിയൊന്നുമില്ല എങ്കിൽ രാവിലെയും വൈകിട്ടും നമുക്ക് ഭദ്രദീപം, അതായത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, തെക്ക്, ഈശാന കോണ് ഭദ്രദീപം കൊളുത്തി നിർബന്ധമായിട്ടും ആരാധനാ ദേവതകളുടെ മന്ത്രം രാവിലെയും വൈകിട്ടും നമുക്ക് പറ്റാവുന്നത്ര സംഖ്യ നമുക്ക് ജപിച്ച് മുന്നോട്ട് പോവാം. വീട്ടിൽ ആരുടെയെങ്കിലും പിറന്നാളിന് ആരാധനാ ദേവതയ്ക്ക് പുതിയ കോടി വസ്ത്ര സമർപ്പണം നമ്മൾ നടത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തർ ജാതകം പരിശോധിക്കുമ്പം മന്ത്രസ്ഥാനമുണ്ട്, ഉപാസനാ സ്ഥാനമുണ്ട്, 5ാം ഭാവം 10ാം ഭാവം ഒക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ ഉപാസനാ ദേവത അല്ലെ ഉപാസനാ സ്ഥാനം ഏതാണ്, അല്ലെ ഏത് ദേവിയെ ഉപാസന അല്ലെ ഏത് ദേവനെ ഉപാസന എടുത്താൽ ഗുണം ഉണ്ടാകും എന്നൊക്കെ നല്ലൊരു ജ്യോതിഷനെ ജാതകം കാണിച്ച് ആ ജാതകത്തിൽ പറയുന്ന ദേവതകളെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവരുടെ ഒരു പ്രീതി ലഭിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ജാതകം നോക്കുമ്പോൾ കാണുന്ന ദേവതാ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിലുള്ള ദേവതാ സങ്കല്പങ്ങൾ തന്നെയാവും. മിക്കവർക്കും അങ്ങനെ തന്നെയാണ് കണ്ടുവരാറ് പതിവ്. വളരെ ചുരുക്കം ആൾക്കാർക്ക് അല്ലാതെ കണ്ടുവരാറുള്ളൂ. അപ്പം അങ്ങനെയുള്ള ദേവതകളെ നമ്മൾ പ്രീതിപ്പെടുത്താൻ ഒരുപാട് വിശേഷ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിശേഷ കാര്യങ്ങൾ നല്ല ഒരു ആചാര്യനിൽ നിന്ന് ഉപദേശം വാങ്ങിച്ച് അല്ലെങ്കിൽ നല്ല ജ്യോതിഷനിൽ നിന്ന് ഉപദേശം വാങ്ങിച്ച് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ആരാധനാ ദേവതയെ പെട്ടെന്ന് നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധിക്കും. ആരാധനാ ദേവതകളുടെ ഏലസുകൾ നമ്മൾ ധരിക്കുന്നത്, ആരാധനാ ദേവതകളുടെ യന്ത്രങ്ങൾ പൂജിച്ച് ഗൃഹത്തിലോ സ്ഥാപനത്തിലോ അല്ലെ പണം വെക്കുന്ന പണപ്പെട്ടിയിലോ ഒക്കെ വെക്കുന്നതും, ആരാധനാ ദേവതകളെ യന്ത്രങ്ങളെ നിത്യം തൊട്ട് അവരുടെ മൂലമന്ത്രം ജപിക്കുന്നതും, ആരാധനാ ദേവതകളെ നമുക്ക് ചന്ദനത്തിരി, കർപ്പൂരം, അതുപോലെ നെയ്വിളക്ക് മുതലായവ ഒഴിയുന്നതും ഇവരുടെ ആ ഒരു പ്രീതി ഉണ്ടാവാനായിട്ട്, അവരുടെ ശക്തി നമ്മളിലേക്ക് എത്താനായിട്ട് ഒക്കെ സഹായിക്കുന്ന അവസ്ഥകൾ ഉണ്ട്. ഇനിയും ഇതുപോലെ ഉള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക.